ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത്. രണ്ടാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കാൻ സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്കായിരുന്നു ബെൻഫിക്കയെ അവർ പരാജയപ്പെടുത്തിയിരുന്നത്. ഇതോടുകൂടി അഗ്രിഗേറ്റിൽ 1-4 ഗോളുകൾക്ക് വിജയം നേടിയ ബാഴ്സ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഇപ്പോൾ സാധ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ലാമിൻ യമാലും റഫീഞ്ഞയുമാണ് ഈ മത്സരത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. മത്സരത്തിന്റെ 11ാമത്തെ മിനിറ്റിൽ തന്നെ റഫീഞ്ഞ ബാഴ്സയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് ലാമിൻ യമാലിന് തന്നെയാണ്. ഏവരെയും അമ്പരപ്പിച്ച ഒരു കിടിലൻ അസിസ്റ്റ് ആയിരുന്നു യമാലിന്റെ ബൂട്ടിൽ നിന്നും പിറന്നിരുന്നത്. അത് കൃത്യമായി ഗോളാക്കി മാറ്റാൻ റഫീഞ്ഞയ്ക്ക് സാധിക്കുകയായിരുന്നു. എന്നാൽ 13ാമത്തെ മിനിറ്റിൽ ഓട്ടമന്റെ ഹെഡറിലൂടെ ബെൻഫിക്കയ്ക്ക് സമനില നേടിക്കൊടുത്തു. പക്ഷെ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 27ാമത്തെ മിനിറ്റിൽ ലാമിൻ യമാലിന്റെ ബൂട്ടിൽ നിന്നും മറ്റൊരു അത്ഭുതം പിറക്കുകയായിരുന്നു. ഒരു കിടിലൻ ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു കേളർ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് 42ാമത്തെ മിനിറ്റിൽ 3ാമത്തെ ഗോളും നേടിക്കൊണ്ട് FC ബാഴ്സലോണ വിജയം ഉറപ്പാക്കുകയായിരുന്നു. ബാൾഡയുടെ അസിസ്റ്റിൽ നിന്നാണ് റഫീഞ്ഞ ആ ഒരു ഗോൾ നേടിയത്. ഒരു കൗണ്ടർ അറ്റാക്ക് ആണ് ബാഴ്സ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ബാൾഡ റഫീഞ്ഞയിലേക്ക് ആ ഒരു പന്ത് എത്തിക്കുന്നു. അത് കൃത്യമായി ഗോളാക്കി മാറ്റാൻ റഫീഞ്ഞയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 1-3 ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ടാണ് ബാഴ്സ ഇപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ ഒരുപാട് ഗോൾ അവസരങ്ങൾ ബാഴ്സയ്ക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അതൊന്നും മുതലെടുക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും മികച്ച ഒരു വിജയം തന്നെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഏവരും ഉറ്റുനോക്കിയ മറ്റൊരു മത്സരം ലിവർപൂളും PSG തമ്മിലായിരുന്നു. ലിവർപൂളിനെ പുറത്താക്കാൻ ഇപ്പോൾ PSG സാധിച്ചിട്ടുണ്ട്. അതായത് PSG മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന ആദ്യപാദ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് PSG പരാജയപ്പെട്ടിരുന്നു. ഇന്നലെ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. എന്നാൽ ആൻഫീൽഡിൽ വിജയിക്കാൻ PSG സാധിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 12ാമത്തെ മിനിറ്റിൽ ഡെംബലെ ഒരു ഗോൾ നേടി. അങ്ങനെ ഒരു ഗോളിന്റെ ഒരു വിജയം PSG സ്വന്തമാക്കി. ഇതോടുകൂടി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അവിടെ PSG ഹീറോയായി മാറിയത് മറ്റാരുമല്ല, അവരുടെ ഗോൾ കീപ്പറായ ഡൊണ്ണാരുമ തന്നെയാണ്. 2 സേവുകൾ നടത്താൻ ഡൊണ്ണാരുമക്ക് കഴിഞ്ഞു. ഡാർവിൻ നുനസ് അതുപോലെ തന്നെ ജോനസ് എന്നിവർ പെനാൽറ്റികൾ പാഴാക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് PSG വിജയം സ്വന്തമാക്കിയത്. PSG പെനാൽറ്റി എടുത്ത വീറ്റിഞ്ഞയും റാമോസും ഡെംബലയും അതുപോലെ തന്നെ ഡിസൈറും ഒക്കെ ആ ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ലിവർപൂളിനെ മറികടന്നുകൊണ്ട് PSG ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത്. ലിവർപൂൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്താവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ബയർ ലെവർക്യൂസൻ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിട്ടുണ്ട്. രണ്ടാം പാദ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത്. ഹാരി കെയ്ൻ, ഡേവിസ് എന്നിവർ നേടിയ ഗോളുകളാണ് ബയേണിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി അഗ്രിഗേറ്റിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ബയേൺ മ്യൂണിക്ക് സാബി അലോൺസോയുടെ ബയർ ലെവർക്യൂസനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു മത്സരം കൂടിയുണ്ട്. അത് ഫയനൂർദും ഇന്റർ മിലാനും തമ്മിലുള്ള മത്സരമാണ്. ആദ്യ പാദത്തിൽ ഇന്റർ മിലാൻ വിജയിച്ചിരുന്നു. രണ്ടാം പാദത്തിലും ഇന്റർ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. 1-2 ഗോളുകൾക്കായിരുന്നു അവരുടെ വിജയം വരുന്നത്. മത്സരത്തിന്റെ 8ാമത്തെ മിനിറ്റിൽ തന്നെ മാർക്കസ് തുറാം ഒരു ഗോൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഫയനൂർദ് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. പക്ഷെ മത്സരത്തിന്റെ 51ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഹക്കാൻ ഗോൾ നേടുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഇന്റർ മിലാൻ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. അഗ്രിഗേറ്റിൽ 1-4 ഗോളുകൾക്കാണ് ഫയനൂർദിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി അവരും ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സാധ്യമാക്കി എന്നുള്ളതാണ്. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ചില മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ലില്ലിയും ഡോർട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്സണലും PSV ഐന്തോവനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആസ്റ്റൺ വില്ലയും ക്ലബ്ബ് ബ്രൂഗയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. മാഡ്രിഡ് ഡെർബി ഇന്ന് നടക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്നത്തെ മത്സരങ്ങളോട് കൂടി ആ ഒരു ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് നമുക്ക് പൂർത്തിയാവുന്നതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.